നമ്മള് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു സാലറി കൊണ്ട് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സൈഡ് ഇൻകം വേണം എന്നുള്ളത്. അത് ഞാൻ സൈഡ് ഇൻകം എന്തുകൊണ്ട് വേണമെന്ന് പറഞ്ഞു. പക്ഷെ റിയലിസ്റ്റിക്കലി എങ്ങനെ സൈഡ് ഇൻകം തുടങ്ങാം, അല്ലെങ്കിൽ എന്ത് നമുക്ക് ചെയ്യാം, എന്തൊക്കെയാണ് സൈഡ് ഇൻകംസ് ഉള്ളത്, ഇതിനെ പറ്റിയായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാൻ ഒരിക്കലും ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഒരു മാസം കൊണ്ട് റിച്ച് ആവാം, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് ഇത്ര കാശ് കിട്ടും, അല്ലെങ്കിൽ ഇത് നമുക്ക് സക്സസ്ഫുൾ ആവും എന്ന് പറയുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ലോ പ്രോസസ്സാണ്. നമ്മളുടെ സൈഡ് ഇൻകം തുടങ്ങി കഴിഞ്ഞാൽ നമ്മളൊരു സ്കില്ല് നമ്മളെ ആൾക്കാർക്ക് സെല്ല് ചെയ്യാണ്. അത് എന്ത് സ്കില്ലായിക്കോട്ടെ, ആ സെല്ല് ചെയ്യുന്ന സ്കില്ല് പതുക്കെ പതുക്കെ ആളുകളിലേക്ക് എത്തി. ചിലപ്പോൾ ഒരു കൊല്ലം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ 2 കൊല്ലം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ 5 കൊല്ലം കൊണ്ടായിരിക്കാം. നമുക്ക് ആ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത് നമ്മൾ ആ ലെവൽ എടുത്തുന്നത്. അപ്പൊ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് പല സ്കില്ലുണ്ട്. ഇപ്പൊ വീഡിയോ എഡിറ്റിംഗ്, അങ്ങനെ പല സ്കില്ലുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഡിജിറ്റൽ സ്കിൽസ് ആണ്. എന്ന് പറയുമ്പോൾ എഡിറ്റിംഗ്, കോഡിംഗ്, അതേപോലെ സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അങ്ങനെ ഓരോ ടെക് റിലേറ്റഡ് സ്കില്ലുണ്ട്. ഡിജിറ്റൽ സ്കിൽസ് ഉണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ ഒരു IT ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്, നിങ്ങൾ ഡെവലപ്പർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പേഴ്സണലി ആ ഡെവലപ്പറാണ്. അപ്പോൾ നിങ്ങൾ ഡെവലപ്പർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ സ്കില്ല് നിങ്ങളുടെ പാഷൻ ഏതാണ്, നിങ്ങൾക്ക് ആ സ്കില്ലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓക്കെ, നിങ്ങൾക്ക് ഒരു 9 to 5 ജോബ് ആയിരിക്കും ഉണ്ടാവുക. അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് അതിൽ സ്പെൻഡ് ചെയ്ത് സൈഡിങ്ങും എന്ത് ചെയ്യുക, അതിലൂടെ ആ ഒരു സ്കില്ല് നിങ്ങൾ ജനറേറ്റ് ചെയ്ത് കുറച്ചും കൂടെ ആ സ്കില്ല് കുറച്ച് പെർഫെക്ഷൻ വന്ന് അത്യാവശ്യം നല്ല രീതിയിൽ എത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ നോക്കുക. പല ആൾക്കാരിലും ഇപ്പൊ നിങ്ങൾക്ക് തുടക്കത്തിൽ നിങ്ങൾക്ക് ക്ലയൻസ് ഒന്നും ഉണ്ടാവുന്ന വരില്ല. മാക്സിമം സെല്ല് ചെയ്യുക പതുക്കെ. ചിലപ്പോൾ 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട്, ഒരു കൊല്ലം കൊണ്ടൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കുറച്ച് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പതുക്കെ ആ ഒരു ക്ലയന്റിലേക്ക് എത്തി നിങ്ങളൊരു ആളിങ്ങനെ ഉണ്ട് എന്ന് മനസ്സിലാക്കി ആളുകൾ നിങ്ങളിലേക്ക് എത്താൻ തുടങ്ങും. നിങ്ങൾക്ക് ആ ഒരു പ്രൊഫൈല് ബിൽഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വരുന്ന ഒരു സ്കില്ലാണ് ടീച്ച് സ്കിൽസ്. എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം, ഇന്ത്യയിൽ ഇപ്പൊ വൺ ഓഫ് ദ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ സെക്ടർ എന്ന് പറയുമ്പോൾ ലക്ഷങ്ങൾ മുടക്കാൻ പോലും പല പാരൻസ്, പല ആളുകളും എന്താണ് കാര്യമാണ്. എഡ്യൂക്കേഷന് ഒരാൾ വന്നിട്ട് നിങ്ങൾ പാരൻസിന്റെ അടുത്തേക്കാണ് ഒരു 50 ലക്ഷം രൂപ വേണം എനിക്ക് ബിസിനസ് ചെയ്യാനെന്ന് പറഞ്ഞാൽ ഒരു പാരൻസ് സമ്മതിക്കുന്നതില്ല. ബട്ട് ആ ഒരു ഇത് എനിക്കൊരു സാധനം പഠിക്കാനാണെന്നുണ്ടെങ്കിൽ ലോൺ എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ പോലും ഈ പറയുന്ന ആളുകൾ എന്ത് ചെയ്യും, അയാളുടെ സ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടീച്ചിങ് സ്കില്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങൾക്ക് ഒരാളുകൾക്ക് നോളജ് എന്ത് ചെയ്യാം, നോളജ് പകർന്നു കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ സ്കില്ല് നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത്, ഇതും ഈ പറയുന്നത് പോലെ കുറച്ച് നാളുകൾ കൊണ്ട് കയറി വരുന്ന സംഭവമല്ല. ഇത് പതുക്കെ നിങ്ങൾ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ടീച്ച് ചെയ്ത് ചിലപ്പോൾ 2-3 കൊല്ലത്തെ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ആ ഒരു ഇത് കിട്ടുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്കിൽ എന്ന് പറയുന്നത് ടീച്ചിങ് ആണ്. മൂന്നാമത്തെ സ്കിൽ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കണ്ടന്റ് ക്രിയേഷൻ. നിങ്ങൾ യൂട്യൂബിൽ വീഡിയോസ് എടുത്തു, നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഫിനാൻസ് കണ്ടന്റ് അല്ലെങ്കിൽ മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ സക്സസ്ഫുൾ ആവും അങ്ങനെ ഒരു റിലേറ്റഡ് കണ്ടന്റ് ഞാൻ ചെയ്യുന്നുണ്ട്. ആ ഒരു കണ്ടന്റ് എന്താണ്, ഞാൻ അതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ എന്താണ്, നിങ്ങൾക്ക് പകർന്നതാണ്. അപ്പോൾ ഞാൻ ഈ ചാനൽ തുടങ്ങി ചിലപ്പോൾ എടുത്തെടുത്തിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എൻ്റെ ചിലപ്പോൾ ക്യാമറ ക്വാളിറ്റി ചിലപ്പോൾ നല്ലതായിരിക്കും, ബട്ട് എൻ്റെ ഒരു വേ ഓഫ് പ്രസന്റേഷൻ ആണെന്നുണ്ടെങ്കിലും എൻ്റെ എഡിറ്റിംഗ് സ്കിൽസ് ആണെന്നുണ്ടെങ്കിലും ഭയങ്കര ബോറായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വീഡിയോ കഴിയുന്തോറും എന്ത് ചെയ്യും, ഞാൻ തന്നെ അപ്ഡേറ്റ് ആയി, ഓക്കെ ഈ വീഡിയോയിൽ എന്തൊക്കെ പ്രശ്നമുണ്ട് അത് സോൾവ് ചെയ്ത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയി എല്ലാത്തിലും നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ വലിയ ലെവലിലോട്ട് എത്തുന്നില്ല. നമുക്ക് എന്താണ് ഇഷ്ടം ആ സ്കില്ല് കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്താണ് അതിൽ നമ്മൾ വർക്ക് ചെയ്ത് നമ്മൾ ബെസ്റ്റ് ആവുക എന്നുള്ളതാണ്. നമ്മൾ ആ ഒരു ലെവലിലോട്ട് എത്തുക എന്നുള്ളതാണ് മെയിൻ കാര്യം. ഇങ്ങനെ പല സ്കില്ലുകളുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ക്ലയന്റ് തരാനായിട്ട് ഇപ്പോൾ എഡിറ്റിംഗ് സ്കിൽ, അല്ലെങ്കിൽ കോഡ്, അല്ലെങ്കിൽ നിങ്ങൾ ഡെവലപ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഫൈവർ, ഫ്രീലാൻസ്, അങ്ങനെ കുറെ ഫ്രീലാൻസ് പ്ലാറ്റ്ഫോംസ് തന്നെ ഒരുപാട്, അപ്വർക്ക്, അങ്ങനെ കുറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. നിങ്ങൾ ഇതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ട്. ലിങ്ക്ഡിൻ തന്നെ നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ നല്ലൊരു പ്രൊഫൈൽ ഉണ്ട്, നല്ലൊരു ഒപ്റ്റിമൈസ്ഡ് പ്രൊഫൈൽ, നിങ്ങൾക്ക് നല്ലൊരു പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വർക്ക് വരും. അതെന്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് പറഞ്ഞതാണ്. നമുക്ക് നല്ലൊരു പ്രൊഫൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വർക്ക് വരും. നല്ലൊരു പ്രൊഫൈൽ വേണമെന്നില്ല,
അത്യാവശ്യം ഒരു ബേസിക് പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? മെയിൻ ആയിട്ട് നമുക്ക് വേണ്ട സ്കില്ലാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരിക്കലും ഒരു 3 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ ഒരു കൊല്ലം കൊണ്ടോ നിങ്ങൾക്ക് ആ ലെവൽ എടുക്കാൻ പറ്റുന്ന പറയാനുള്ള. എല്ലാവരും ബേസിക്സ് ഇതിൽ തുടങ്ങി ഒരിക്കലും നിങ്ങളൊരു ആവറേജ് ബില്യണറിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 37 years ആണ് അവരുടെ ആവറേജ് ബില്യണർ അല്ല, ആവറേജ് മില്യണർ. ആവറേജ് മില്യണർ വയസ്സ് 37 വയസ്സിലാണ് ആവറേജ് ആയ ആള് മില്യണർ ആവുന്നത്. അപ്പോൾ അവർ 20 വയസ്സിൽ തുടങ്ങിയിട്ട് അവര് സ്കില്ല് ബിൽഡ് ചെയ്ത് അല്ലെങ്കിൽ ബിസിനസ് ചെയ്ത് അവരെന്ത് ചെയ്യാണ്, അവരത് ഇമ്പ്രൂവ് ചെയ്യും. ഡേ ബൈ ഡേ അവർ നല്ലൊരു വർക്ക് ചെയ്ത് അതിൽ എഫോർട്ട് ഇട്ട് അവർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സ്ലോ പ്രോസസ്സാണ്, ഭയങ്കര ബോറിംഗ് ആണ്, നിങ്ങൾക്ക് ഒരുപാട് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ബട്ട് ഉറപ്പാണ് അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കുറച്ച് വഴിയാണ് കിട്ടിയിരിക്കും. അപ്പൊ നിങ്ങൾ കൺസിസ്റ്റന്റ്, ഏറ്റവും വലിയ കാര്യം കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങൾ തുടങ്ങി തന്നെ ചിലപ്പോൾ 6 മാസത്തിൽ നിങ്ങൾക്ക് ക്ലയന്റ് ഇല്ല, അല്ലെങ്കിൽ ഒരു കൊല്ലത്തിൽ നിങ്ങൾക്ക് വലിയ ക്ലയന്റ് ഒന്നുമില്ല, നിങ്ങൾക്ക് ഒരു വർക്ക് ഇല്ല, നിങ്ങൾ ഉദ്ദേശിച്ച് പോവല്ല. എന്തുകൊണ്ട് ക്ലയന്റ് ഇല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയാം. നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പൊ നിങ്ങൾക്ക് അല്ലാതെ ഈ ഏറ്റവും വലിയ ഫോട്ടോഗ്രാഫി, ഈവന്റ് മാനേജ്മെന്റ്, അങ്ങനെ ഒരു ഇതുണ്ട്. അതിന് താല്പര്യമുള്ളവർ അത് ചെയ്യുക. അപ്പൊ അങ്ങനെ നമുക്ക് പാഷൻ ഉണ്ടാവില്ല, നമുക്ക് ഇന്ന കാര്യമാണ് നമുക്ക് ചെയ്യാൻ ഇഷ്ടം എന്നുള്ളൊരു സംഭവം നമുക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ. ആ ചെയ്യാൻ ഇഷ്ടമുള്ള സാധനം കണ്ടുപിടിച്ച് നിങ്ങൾ അതൊരു സർവീസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ആ ഒരു സർവീസ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളൊരു വർക്കായിട്ട് പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ പകർന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ നോളജ് നിങ്ങൾ പകർന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താ പറ്റും? നിങ്ങൾ ഓരോ ദിവസം കൂടുന്നതോളം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം എഫോർട്ട് ഇടുക, ബെറ്റർ ആവാൻ നോക്കുക, ആ ഒരു ലെവലിലോട്ട് എത്താം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതേപോലത്തെ കൂടുതൽ കണ്ടന്റുകൾക്ക് വേണ്ടി നെറ്റ്ഫ്ലിക്സ് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.